യാക്കോബിന്റെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം. നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു ഏലിയാവ്. മഴ പെയ്യാതിരിക്കുവാൻ അദ്ദേഹം ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. 3.5 വർഷത്തേക്ക് ദേശത്ത് മഴ പെയ്തില്ല. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ മഴ പെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. James 5:17 one more time. ഒരു പ്രാവശ്യം കൂടെ എല്ലാവരും ഒരുമിച്ച് വായിക്കണം. James 5:17. നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു ഏലിയാവ്. നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു ഏലിയാവ്. മഴ പെയ്യാതിരിക്കുവാൻ അദ്ദേഹം ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. 3.5 വർഷത്തേക്ക് ദേശത്ത് മഴ പെയ്തില്ല. Amen. Praise the Lord. Hallelujah. Elijah was a man with like passions, but he prayed. Praise the Lord. 1 രാജാക്കന്മാർ 17-ാം അധ്യായം 1-ാം വാക്യം പഠിക്കുമ്പോ ആഹബ് രാജാവിന്റെ മുന്നാകെ ദൈവത്തിന്റെ പ്രവാചകനായ എലൈജ വന്നിട്ട് പറയാണ്, ഞാൻ പറയാതെ, unless I command, ഈ ദേശത്ത് ഇനി മഴ പെയ്യല്ല. Amen. Praise the Lord. ഞാൻ കൽപ്പിക്കാതെ, unless I command. എന്നാൽ യാക്കോബിന്റെ പുസ്തകത്തിൽ പുതിയ നിയമത്തിൽ പറയുകയാണ്, എലൈജ പ്രവാചകൻ കൽപ്പിക്കുവല്ലായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്കേ ഉള്ളൂ കൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. Praise the Lord. Amen. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് യേശുവിന്റെ നാമത്തിൽ അവൻ ചിലത് കൽപ്പിച്ച് അതുപോലെ സംഭവിക്കും. രോഗത്തെ നോക്കി യേശുവിന്റെ നാമത്തിൽ ശാസിച്ച രോഗത്തിന്റെ ബന്ധനം അഴിഞ്ഞു പോകും. ഇന്ന് പകലും ദൈവത്തിന്റെ ആത്മാവിനെ വളരെ ക്ലിയർ ആയിട്ട് കാണിച്ചു. തലച്ചോറ് സംബന്ധമായ ചില രോഗബന്ധനങ്ങൾ, ബുദ്ധിയുടെ എതിരെ പോരാടുന്ന ചില ബന്ധനങ്ങളുടെ മേൽ യേശുവിന്റെ അധികാരത്തിൽ കൽപ്പിക്കുകയാണ്. ചൂട്ടപാര ഹന്തരകടകശി, ആ ബന്ധനം യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറിപ്പോട്ടെ. ആമേൻ. പിശാചിനോട് യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ചാൽ അവൻ വിട്ടുമാറിപ്പോകും. Praise the Lord. Hallelujah. സംഖ്യാപുസ്തകം 24-ന്റെ 1-ാം വാക്യത്തിൽ പറയുന്നത്, I have commanded the prophet to bless Israel. ഇസ്രായേലിനെ അനുഗ്രഹിക്കുവാൻ ഞാൻ കൽപ്പിച്ചിരിക്കുന്നുവെന്നാ. Praise the Lord. ദൈവം കൽപ്പിച്ചാൽ അതിന് മാറ്റമില്ല. Praise the Lord. നീ അനുഗ്രഹം പ്രാപിക്കുമെന്ന് പറഞ്ഞാൽ, നിന്റെ തലമുറ അനുഗ്രഹം പ്രാപിക്കുമെന്ന് പറഞ്ഞാൽ, നിന്റെ കുടുംബം അനുഗ്രഹം പ്രാപിക്കുമെന്ന് പറഞ്ഞാൽ, Praise the Lord, ദേശത്ത് നീ ദൈവത്തിന്റെ നന്മ കണ്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ സംഭവിക്കും. ദൈവം കൽപ്പിക്കുന്നത് പോലെ സംഭവിക്കും. വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ ഇന്ന് പകൽ. Praise the Lord. ദൈവം കൽപ്പിക്കും. ദൈവത്തിന്റെ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന അധികാരമാണ് കൽപ്പിക്കുവാൻ. ഇന്ന് പലപ്പോഴും പിശാച് നമ്മളോടാ കൽപ്പിക്കുന്നത്, എടാ നീ അത് ചെയ്യടാ, ആ ബോട്ടിലെടുത്ത് കുടിക്കടാ, നമ്മള് അത് ചെയ്യടാ, ഇത് ചെയ്യടാ, പിശാചാ കൽപ്പിക്കുന്നത്. Praise the Lord. എന്നാൽ ഇന്ന് ദൈവത്തിന്റെ വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കളുടെ അകത്തേക്ക് കൃപ വ്യാപരിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. നീയാണ് കൽപ്പിക്കാൻ പോകുന്നത് പിശാചിനോട്. ഇത്ര കാലഘട്ടങ്ങളിൽ നിന്നോട് പലതും പിശാച് കൽപ്പിച്ചു, അവന് കീഴ്പ്പെട്ട് ജീവിച്ചെങ്കിൽ ഇന്നു മുതൽ ദൈവത്തിന്റെ ഒരു അഭിഷേകത്തിന്റെ പുഷ്ടി നിന്റെ മേൽ വ്യാപരിച്ചിട്ട് ദുഷ്ടശക്തികളോട് യേശുവിന്റെ നാമത്തിൽ നീ കൽപ്പിക്കുമ്പോൾ ദുഷ്ടശക്തികൾ വിട്ടുമാറുന്നത് നിന്റെ കൺമുമ്പിൽ തന്നെ കാണുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ചിലവരെ നോക്കി വിളിച്ചു പറയുന്നു. Praise the Lord. Amen. Hallelujah. Praise the Lord. യേശു രാത്രി കാലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. പകൽ സമയത്ത് യേശു ഇറങ്ങിയിട്ട് കൽപ്പിക്കും. രോഗികൾ വരുമ്പോ കൽപ്പിക്കും, നീ സൗഖ്യമാകുക.
6000 പിശാചായിട്ട് ഒരുത്തൻ ഓടി വന്നാൽ യേശു കൽപ്പിക്കും അവനിൽ പിന്നും വിട്ടുപോകുക. Praise the Lord. Hallelujah. ബൂസ്റ്റും ഹോളിക്സും കുടിച്ചിട്ടല്ല, പ്രൈസ് ദി ലോർഡ്, രാത്രി മൊത്തം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് പകല് വന്ന് കൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. കടലിനോട് ശാന്തമാകാൻ പറഞ്ഞാൽ കടൽ ശാന്തമാവും. കാറ്റിനോട് അവിടെ നിൽക്കാൻ പറഞ്ഞാൽ കാറ്റ് അവിടെ നിൽക്കും. പ്രൈസ് ദി ലോർഡ്. തിരമാലകളോട് അവിടെ നിൽക്കാൻ പറഞ്ഞാൽ അവിടെ നിൽക്കും. പ്രൈസ് ദി ലോർഡ്. നീ പ്രാർത്ഥിച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്ന പോലെ സംഭവിക്കുമെന്ന് നീ അറിയാം. നമ്മളെന്താ പറയുന്നത്? പാസ്റ്ററേ, you don't know me, I am a very weak person. ഞാൻ ബലഹീനമായ മനുഷ്യനാ. അതുകൊണ്ടാണ് ഈ വചനഭാഗം വായിച്ചത്. എലൈജ എന്ന് പറയുന്നവൻ നമ്മളെ പോലെ തന്നെയായിരുന്നെന്ന്. പ്രൈസ് ദി ലോർഡ്. ചില ദിവസങ്ങൾ മീറ്റിങ്ങിന് വന്നിരുന്ന് ഉറങ്ങുമായിരുന്നെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. He was a man with like passions. എന്നാൽ അവൻ പ്രാർത്ഥിച്ചു, അവൻ കൽപ്പിച്ചു, അതുപോലെ സംഭവിച്ചു. Praise the Lord. Hallelujah. Glory unto the name of Jesus Christ. നിന്റെ പൊസിഷൻ മാറാൻ, നിന്റെ മേലുള്ള കൃപ മാറാൻ പോകും, നിന്റെ മേലുള്ള അഭിഷേകം മാറാൻ പോകുക, നിന്റെ മേലുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുടെ ഹല്ലേലൂയ ഒരു സ്ട്രെങ്ത് വരാൻ പോവുകയാണ്. In the sense that you will see its fulfillment, you will see the power of God manifesting through you. Praise the Lord. നീ കൽപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറാൻ പോകുകയാണ്. നീ കൽപ്പിക്കുന്ന പോലെ നീ കൺമുമ്പിൽ കാണും നിന്റെ അനുഗ്രഹം. നീ ഇല്ലാത്തവനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന കാലം നിന്റെ മുന്നിലുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇല്ലായ്മയിൽ നിന്നും സകലത്തിനെയും ഉണ്ടാക്കിയ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ കരം. Oh, somebody worship Jesus this morning. ഇല്ലാത്ത ആരോഗ്യത്തെ നീ വിളിച്ചു വരുത്താൻ പോകുക, ഇല്ലാത്ത ശക്തിയെ നീ വിളിച്ചു വരുത്താൻ പോകുക, ഇല്ലാത്ത പ്രൈസ് ദി ലോർഡ് അനുഗ്രഹത്തെ നീ വിളിച്ചു വരുത്താൻ പോകുകയാണ്. ഹല്ലേലൂയ. ദുഷ്ടനായവൻ മോഷ്ടിച്ച ചിലതിനെ നീ തിരിച്ചു വെപ്പിക്കാൻ പോകുകയാണ്. ഗ്ലോറി അൺടു ദ നെയിം ഓഫ് ജീസസ്. ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ ദൂതും ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഗ്ലോറി അൺടു ദ നെയിം ഓഫ് ദ ലോർഡ് ജീസസ്. ഹല്ലേലൂയ. ആമേൻ. അവനിങ്ങനെ പ്രാർത്ഥിക്കുവാനും കൽപ്പിക്കുവാനും എന്തുകൊണ്ട് സാധിച്ചു? അതാണ് ഇന്നത്തെ വിഷയം. 5 reasons for his victory in commanding. Praise the Lord. Amen. Hallelujah. ഒന്നാമത്തത് 1 രാജാക്കന്മാർ 17:1. ഗിലെയാദിലെ തിശ്ബയിൽ നിന്നുള്ള തിശ്ബ്യനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിക്കുന്നവനും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ വരുന്ന ഏതാനും വർഷങ്ങളിൽ മഞ്ഞോ മഴയോ ഉണ്ടാകുകയില്ല എന്ന് കൽപ്പിച്ചു. Amen. Praise the Lord. എലൈജയ്ക്ക് കൽപ്പിക്കുവാൻ സാധിച്ചത് the 5 reasons. അവന്റെ ജയത്തിന് കാരണം ആദ്യത്തേതാണ് നമ്മൾ വായിച്ചത്. Speaking in the name of the Lord. യേശുവിന്റെ നാമത്തിൽ സംസാരിക്കുന്ന അധികാരം. Praise the Lord. ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവത്തിന്റെ പേരിൽ. Praise the Lord. Hallelujah. ഞാൻ പറയാതെ മഴ പെയ്യല. Amen. Praise the Lord. ഇന്ന് അനേകം സഭകളിലും വിശ്വാസികളുടെ ഇടയ്ക്ക് പോലും യേശുവിന്റെ നാമം വാ തുറന്ന് പറയാൻ മക്കൾക്ക് നാണവാ. പത്ത് കൂട്ടുകാരുടെ നടുവില്, കോളേജ് ക്യാമ്പസില്, ജോലി സ്ഥലത്ത് ഞാൻ യേശുവിന്റെ പൈതലാണെന്ന് പറയുവാൻ അനേകം പേർക്ക് നാണമാണ്. ചിലവരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ദൈവമായ കർത്താവേ എന്ന് പറയും. എന്നാൽ കർത്താവിനൊരു പേരുണ്ട്, പുതിയ നിയമത്തിൽ വെളിപ്പെട്ടു. നമ്മൾ ആരാധിച്ച് സേവിച്ചു നിൽക്കുന്ന നസ്രായനായ യേശു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നമുക്ക് അധികാരമുണ്ട്. നിങ്ങൾ എന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കും. Praise the Lord. Hallelujah. യേശുവിന്റെ നാമത്തിൽ പിശാചുകൾ പുറത്തു പോകും.
പഴയ നിയമത്തിൽ എലൈജ പിശാചുകളൊന്നും പുറത്താക്കിയില്ല, നേച്ചറിനോടൊക്കെ കൽപ്പിച്ചത്. പുതിയ നിയമത്തിൽ we have a greater blessing. പിശാചുക്കൾ പോലും യേശുവിന്റെ നാമത്തിൽ വിട്ടോടിപ്പോകും. Praise the Lord. നിങ്ങൾ എന്റെ നാമത്തിൽ രോഗികളുടെ മേൽ കൈവയ്ക്കും, അവർ സൗഖ്യം പ്രാപിക്കും. Praise the Lord. യേശുവിന്റെ നാമത്തിന്റെ അകത്തുള്ള ശക്തിയാണ്. Amen. Hallelujah. കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ പറഞ്ഞു, ഒരു പിശാച് ബാധിച്ച ഒരു മനുഷ്യനെ വീട്ടിൽ കൊണ്ടുവന്നു. അനേകം പേരും അന്യഭാഷയിൽ ഇരുന്ന് ആരാധിക്കുന്നു, നല്ലതാ, ചെയ്യേണ്ട കാര്യമാണ്. കൈകൊട്ടുന്നു, പ്രാർത്ഥിക്കുന്നു, കരയുന്നു, സങ്കീർത്തനം വായിക്കുന്നു, ദാവീദിന്റെയും ഗോലിയാത്തിന്റെയും കഥ വായിക്കുന്നു, എല്ലാം ചെയ്യുന്നു. പിശാച് പോകുന്നില്ല. അവസാനം പറഞ്ഞു ഇത്രേ ഉള്ളൂ, യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ. Praise the Lord. Hallelujah. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. അയ്യോ ഞാൻ വിട്ടുപോക്കോളാവേ എന്ന് പറഞ്ഞ് സാധനം ഓടിപ്പോയി. ഇന്ന് പകലും യേശുവിന്റെ നാമത്തിന് ശക്തി കുറഞ്ഞു പോയിട്ടില്ല. സർവ അന്ധകാര ശക്തികളുടെ മേലും അധികാരമുള്ള ഒറ്റ ഒരു നാമമാണ് യേശുവിന്റെ നാമം. Praise the Lord. Amen. പിശാചുകൾ വിട്ടുപോകും, രോഗികൾ സൗഖ്യമാകും. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്ന എപ്പോഴാണെന്നറിയാമോ? നല്ല തമ്പുരാനെ എന്നൊന്നും വിളിക്കുമ്പോഴല്ല. പിതാവേ, അപ്പാ, അങ്ങയുടെ പുത്രനാം ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. Praise the Lord. Amen. ഞങ്ങളുടെ പിതാവും ഹല്ലേലൂയ അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തുവിന്റെ നാമം. If you ask anything in my name, praise the Lord. നിങ്ങൾ എന്തെങ്കിലും എന്റെ നാമത്തിൽ ചോദിക്കുന്നുവെങ്കിൽ, praise the Lord. Hallelujah. Amen. അടുത്തേക്ക് നടന്നു പറ, യേശുവിന്റെ നാമത്തിലാണ് നമുക്ക് പ്രാർത്ഥനയ്ക്ക് അധികാരം. Praise the Lord. മറുപടി കിട്ടുന്നത് യേശുവിന്റെ നാമത്തിലാണ്, യേശുവിന്റെ നാമത്തിലാണ്. എലൈജയുടെ ജയത്തിന് കാരണം ആദ്യമേ സ്പീക്കിംഗ് ഇൻ ദ നെയിം ഓഫ് ദ ലോർഡ്. യേശുവിന്റെ നാമത്തിൽ നമ്മൾ കൽപ്പിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തികൾ 19-ാം അധ്യായത്തിൽ സ്കേവയുടെ പുത്രന്മാര് വന്നിട്ട് പറഞ്ഞു, പൗലോസ് പ്രസംഗിക്കുന്ന യേശു. പിശാച് പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ പോവുകയില്ല. അത് പൗലോസ് കൽപ്പിച്ചാൽ പോവും. പക്ഷെ പൗലോസിന് യേശുവായിട്ടൊരു ബന്ധമുണ്ട്. പ്രൈസ് ദി ലോർഡ്. വല്ലോരുടെയും യേശുവായിട്ടുള്ള ബന്ധത്തിന്റെ തുണിയുടെ അറ്റത്ത് പിടിച്ചുകൊണ്ട് നീ പിശാചിനോട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ സാധനം പോവുകയില്ല. യേശുവായിട്ട് നിനക്കൊരു ബന്ധം വെച്ചുകൊണ്ട് നീ യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ചാൽ, ഓ പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പിയർ 2:10-11 വാക്യം. Philippians 2:10-11. Come on, brother. Praise the Lord. ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചെല്ലാവരും. ഫിലിപ്പിയർ പുസ്തകം പുതിയ നിയമത്തിലാ. പ്രൈസ് ദി ലോർഡ്. കർത്താവേ സഹായിക്കണേ. തന്മൂലം സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലുമുള്ള എല്ലാ മുഴങ്കാലും യേശുവിന്റെ നാമത്തിൽ മടങ്ങുകയും. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ മുഴങ്കാലും ആരുടെ മുന്നിൽ? യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ മടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് മടങ്ങിയില്ലെങ്കിൽ ഒരു ദിവസം മടങ്ങും. എന്താ? പിതാവായ ദൈവം യേശുവിന് കൊടുത്തിരിക്കുന്ന പദവിയാ. തന്നെത്താൻ താഴ്ത്തി ജഡത്തിൽ വന്ന്
ഒരു സെർവന്റിന്റെ രൂപമെടുത്ത് എന്റെയും നിന്റെയും പാപത്തിനായി കാൽവരിയിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിന് പിതാവായ ദൈവം കൊടുത്ത ഒരു ഹോണറാണ്. ആകാശത്തിന് കീഴിൽ മനുഷ്യരടയ്ക്ക് ആ യേശുവിന്റെ നാമത്തിൽ അല്ലാതെ വേറൊരു നാമമില്ല നമ്മുടെ രക്ഷയ്ക്ക്. ആകാശത്തിലും ഭൂമിയിലും ഭൂമിയുടെ അടിയിലും സ്വർഗത്തിലും നരകത്തിലും എല്ലായിടത്തുമുള്ള എല്ലാവരും ഈ യേശുവിന്റെ മുന്നാകെ ഈ മുട്ട് മടക്കും. നിങ്ങൾ പറഞ്ഞേക്കാം, പാസ്റ്ററെ എന്റെ അയലോക്കക്കാരൻ വലിയ എയ്ത്തിസ്റ്റായിരുന്നു, പുള്ളിക്കാരൻ യേശുവിന്റെ മുന്നാകെ മുട്ടുമടക്കാതെ മരിച്ചല്ലോ, ഈ വചനം തെറ്റിപ്പോയില്ല. വെളിപാട് പുസ്തകം 21-ാം അധ്യായം പഠിക്കണം, വായിക്കണം ബൈബിള്. ഒരു ന്യായവിധിയുടെ ദിവസമുണ്ട്, വെള്ള സിംഹാസനം എടുത്തു വെക്കും. അന്ന് യേശുവിന്റെ മുന്നാകെ മരിച്ചവർ എല്ലാം എഴുന്നേറ്റ് വന്ന് നിൽക്കും. ജീവന്റെ പുസ്തകം എന്ന് പറയുന്ന പുസ്തകം തുറക്കും. ആ പുസ്തകത്തിൽ പേരില്ലാത്ത ഏവനും, ചെറിയവനാണെങ്കിലും വലിയവനാണെങ്കിലും, രാഷ്ട്രീയക്കാരനാണെങ്കിലും സാധാരണ മനുഷ്യനാണെങ്കിലും, ബിസിനസ്സുകാരനാണെങ്കിലും, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, സ്പോർട്സ് കളിക്കാരനാണെങ്കിലും, ആഫ്രിക്കക്കാരനാണെങ്കിലും, അമേരിക്കക്കാരനാണെങ്കിലും, ഇന്ത്യക്കാരനാണെങ്കിലും, ഹല്ലേലൂയ, കത്തോലിക്കനാണെങ്കിലും, ഹിന്ദുവാണെങ്കിലും, മുസ്ലിം ആണെങ്കിലും, ഏത് വർഗത്തിൽപ്പെട്ടവനാണെങ്കിലും ആ യേശുവിന്റെ മുന്നാകെ നിന്നെ നിർത്തുന്ന ഒരു ദിവസമുണ്ട്. ജീവന്റെ പുസ്തകത്തിൽ പേരില്ലാത്ത ഏവനെയും, പ്രൈസ് ദ ലോർഡ്, ന്യായം വിധിക്കുന്നത് യേശുവാ. യേശുവിനെ വിട്ടുകൊടുത്തിരിക്കുക. പ്രൈസ് ദ ലോർഡ്. അന്ന് ഓരോരുത്തനും കർത്താവിനെ ഉപേക്ഷിച്ച് തള്ളിക്കളഞ്ഞതുകൊണ്ട് നരകത്തിലേക്ക് പോകുന്ന മുമ്പേ അവൻ ഒന്ന് മുട്ടും മടക്കും ഇങ്ങനെ. എന്നിട്ട് പറയും, യേശുവേ അങ്ങ് മാത്രം കർത്താവ്. ഇന്ന് കൈകൊട്ടാത്തവൻ അന്ന് കൈകൊട്ടും. ഇന്ന് ഹല്ലേലൂയ പറയാത്തവൻ അന്ന് ഹല്ലേലൂയ പറയും. ഇന്ന് യേശുവിന്റെ മുന്നാകെ മുട്ടുമടക്കാത്തവൻ അന്നും മടക്കും. Praise the Lord. Hallelujah. ഇന്ന് മുട്ടുമടക്കിയ സ്വർഗത്തിൽ പോവാം. അന്ന് ആ മുട്ട് മടക്കത്തെങ്കിൽ നരകത്തിലേക്കാ. എന്തിനാ നീ ഹല്ലേലൂയ പറഞ്ഞിട്ട് നരകത്തിലേക്ക് അന്ന് പോകുന്നത്? അന്ന് എന്തുകൊണ്ടാണ് യേശുവിനെ കൺഫസ് ചെയ്ത് നീ നരകത്തിൽ പോകുന്നത്? ഇന്ന് യേശുവിന്റെ വിശ്വാസം നീ ഏറ്റു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് സ്വർഗത്തിൽ ഫ്രീ ആയിട്ട് പോകാലോ. Glory unto the name of Jesus. മനസ്സിലാക്കുന്ന ദൈവമക്കൾ സ്തോത്രം ചെയ്താട്ടെ, യേശുവിന്റെ നാമം മഹത്വപ്പെടുത്തിയാട്ടെ. ആ സിംഹാസനത്തിന് മുന്നാകെ വിശ്വാസിയില്ല. വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, യേശുവിന്റെ കൂടെ ഇന്നും മുട്ടുമടങ്ങി യേശുവിനെ കർത്താവായിട്ട് ഏറ്റു പറയുന്നവൻ യേശുവിന്റെ ഒപ്പം 1000 കൊല്ലങ്ങളോളം ഭൂമിയിൽ തന്നെ ഹല്ലേലൂയ ഭരിക്കുമെന്ന്. യേശുവിന്റെ ഒപ്പം, അതായത് വിശ്വാസി മരിച്ചു കഴിയുമ്പോൾ അവന് 2 ജീവനുണ്ട്. ഇവിടെ വെച്ച് നീ യേശുവിനെ ഏറ്റു പറഞ്ഞവനാണെങ്കിൽ മരിച്ചു കഴിയുമ്പോൾ സ്വർഗത്തിൽ നിനക്കൊരു ജീവിതമുണ്ട്. എറ്റേണലി ഹാപ്പി വിത്ത് ജീസസ് ഇൻ ഹെവൻ. 2000 കൊല്ലം ആ യേശുവിന്റെ ഒപ്പം നീ ഇങ്ങോട്ട് ഭൂമിയിലേക്ക് വരും. പ്രൈസ് ദ ലോർഡ്. എന്നിട്ട് അന്ന് ഇവിടെ നീ ഭരിക്കും. പ്രൈസ് ദ ലോർഡ്. നീതിയിൽ യേശുവിന്റെ ഒപ്പം നീ ഭരിക്കും. Hallelujah. Glory unto the name of Jesus. ഇന്ന് യേശുവിന്റെ നാമത്തിൽ വിളിച്ചപേക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ. യേശുവിനെ കർത്താവായി ഏറ്റു പറയുന്നവൻ ഭാഗ്യവാൻ. ആദ്യ ഉയർപ്പിൽ അവൻ പങ്കാളിയാണ്. Glory unto the name of Jesus. Give glory and honor to the name of Jesus this morning. Magnify his name this morning. Hallelujah. Praise the Lord. Hallelujah. അതുകൊണ്ടാണ് തൽക്കാലം ഭൂമിയിൽ നിനക്ക് ചില പ്രാർത്ഥനയ്ക്കൊന്നും മറുപടി കിട്ടിയില്ലെങ്കിൽ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കർത്താവ് കണ്ണുനീരൊക്കെ ഒപ്പും നിന്റെ. എന്നിട്ട് പറയും, മോനെ
നീ എൻ്റെ കൂടെ ഭൂമിയിലും വന്ന് 1000 കൊല്ലം നീ ഒന്ന് റൂൾ ചെയ്യേണ്ടതാണ്. സ്വർഗത്തിൽ മാത്രം നിനക്ക് വലിയ മാൻഷൻസ് അല്ല, ഭൂമിയിൽ വന്ന് നീ ഒന്ന് റൂൾ ചെയ്യേണ്ടതാ. Praise the Lord. Hallelujah. ഇത് കഥപുസ്തകമല്ല, ദൈവത്തിന്റെ വചനമാ, ബൈബിളാ പറയുന്നത്. പാസ്റ്റർ ഉണ്ടാക്കിയെടുത്ത സാധനമല്ല, എഴുതപ്പെട്ട വചനമാണ്. എന്റെ ചിന്താഗതിയല്ല, പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്ന ദൈവത്തിന്റെ വചനമാ വിളിച്ചു പറയുന്നത്. Praise the Lord. Hallelujah. Glory unto the name of Jesus. Amen. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ നാമം വായിലെടുക്കുന്നതിന് മുമ്പേ അന്നത്തെ റബികൾ ഓടിപ്പോയി വാകെടുക്കും. നോർക്ക് അവർ വീട്ടിൽ നിന്ന് അനുഗ്രഹിക്കാൻ വരികയാണ്. നിങ്ങളെ തിരിച്ചു വരും. യാവേ അനുഗ്രഹിക്കുമാറാകട്ടെ. അത്ര പരിശുദ്ധമാ. അവര് യാവയുടെ പേരെഴുതുകയാണെങ്കിൽ മുട്ടുമേൽ നിന്നാ എഴുതുന്നത്. അത്ര പരിശുദ്ധമാ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന പദവി ഒന്ന് ഓർത്തു നോക്കിക്കേ. പ്രൈസ് ദ ലോർഡ്. പഴയ നിയമത്തിലെ പോലെ പേടിച്ചില്ല. ദൈവമക്കളാകാൻ നമുക്ക് അവകാശം തന്നതുകൊണ്ട്, ഓ യേശുവിനെ സ്വീകരിച്ചവർക്ക് ദൈവമക്കളാകാൻ അവകാശം തന്നതുകൊണ്ട്, ഗ്ലോറി unto the name of Jesus Christ. ഇന്ന് യേശുവിന്റെ നാമം എന്ന് പറഞ്ഞ് കൽപ്പിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറും. ദുഷ്ടശക്തികൾ വിട്ടുപോകും. പ്രൈസ് ദ ലോർഡ്. തലമുറയുടെ വാദിച്ചു നിൽക്കുന്ന ബന്ധനങ്ങൾ അഴിഞ്ഞു മാറിപ്പോകും. Glory unto the name of Jesus. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ആരാധിച്ച് അല്പനേരം, hallelujah, give glory and honor to his name this morning. Rababana hattara jutabara boundaradisia brodanadia. Hallelujah, we worship you, Lord. Glory unto the name of Jesus. Hallelujah. Praise the Lord. Amen. രണ്ടാമത്തെ കാര്യം, കൽപ്പിക്കുവാനുള്ള അധികാരം. ചിലവർ പറയും പഴയ നിയമം അധികം പ്രസംഗിക്കില്ലെന്ന് പറയും. ഞാൻ പഴയ നിയമത്തിൽ നിന്ന് പ്രസംഗിച്ച് യേശുവിന്റെ അടുത്ത് കൊണ്ടുവരും. Praise the Lord. Hallelujah. Amen. 1 രാജാക്കന്മാർ 18:21 രണ്ടാമത്തെ കാര്യം, first one is to exercise or use the name of the Lord. രണ്ട്, winning the battle of your mind. അധികാരം കൽപ്പിക്കുവാൻ you should win the battle of your mind. 1 രാജാക്കന്മാർ 18:21 ഏലിയാവ് ജനത്തിന്റെ മുമ്പാകെ ചെന്നിട്ട്, നിങ്ങൾ എത്ര കാലം ഇങ്ങനെ 2 വഞ്ചിയിൽ കാൽ വെച്ച് നീങ്ങും? നിങ്ങൾ എത്ര നാൾ 2 വഞ്ചിയിൽ കാൽ വെച്ച് നിൽക്കും? ഏലിയാവ് ചോദിക്കുകയാണ്, എത്ര നാൾ? ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, how long will you alter between 2 opinions? 2 ചിന്താഗതിയുടെ നടുവിൽ എത്ര നാൾ ഇങ്ങനെ നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കും? യഹോവയാ ദൈവമെങ്കിൽ അവനെ ആരാധിക്കുക, ബാലാണ് ദൈവമെങ്കിൽ അവനെ ആരാധിക്കുക. Praise the Lord. Amen. Winning the battle of your mind. ചിലവർ പറയുന്നത്, ചിലവരുടെ മനസ്സിന്റെ അകത്തൊരു ടഗ് ഓഫ് വാർ പോയിക്കൊണ്ടിരിക്കുക. ഒരു ടഗ് ഓഫ് വാർ, വടംവലി. അങ്ങോട്ടും ഇങ്ങോട്ടും 2 പേര് വലിച്ചുകൊണ്ടിരിക്കുക നിന്റെ മനസ്സിന്റെ അകത്ത്. ഒരു wrestling മാച്ച് ചിലവരുടെ മനസ്സിൽ പോയിക്കൊണ്ടിരിക്കുക. ചിലർ പറയും, പാസ്റ്ററെ കല്യാണം അടക്കും, ഞങ്ങൾക്കങ്ങ് പള്ളിയിൽ മതി. വചനവും അഭിഷേകവും പ്രാർത്ഥനയും ഇങ്ങ് മതി. 2 വഞ്ചിയെ എത്ര നാൾ നീ കാലുകുത്തി നിൽക്കും? Praise the Lord. നീ ബൈബിൾ വിശ്വസിക്കുമോ, പാരമ്പര്യം വിശ്വസിക്കുമോ? എത്ര നാൾ നീ ചിന്തിച്ചുകൊണ്ട് നടക്കും?
ഒരു വീട് വെച്ച് കഴിയുമ്പോൾ രാവിലെ വന്ന് പൂജാരിയും പ്രാർത്ഥിക്കും, ഉച്ച കഴിഞ്ഞ് വന്ന് പാസ്റ്ററും പ്രാർത്ഥിക്കും. എത്ര നാൾ നീ രണ്ട് വഞ്ചിയിൽ കാല് വെച്ച് നിൽക്കുക? Praise the Lord. Hallelujah. Amen. ഏക മനസ്സുള്ളവൻ, സ്ഥിര മനസ്സുള്ളവന് വലിയ കോൺഫിഡൻസ്, കറേജ്. ഏലിയാവിന് ബാൽ പ്രവാചകന്മാരുടെ മുന്നേ നിന്ന് കൽപ്പിക്കണമെങ്കിൽ അവൻ നേരത്തെ അവനെടുക്കേണ്ട തീരുമാനം എടുത്തു. ഒറ്റയ്ക്കാണെങ്കിലും ഞാൻ ഈ സത്യദൈവത്തിന്റെ പുറകെ. ഒറ്റയ്ക്കാണെങ്കിലും ഏലിയാവ് ഒറ്റയ്ക്ക് ആ സമയത്ത് അവിടെ നിൽക്കുന്നത്. ധൈര്യ, കറേജ, ബോൾഡ്നെസ്. ഒറ്റയ്ക്കാണെങ്കിലും ഈ ദൈവത്തെ വിട്ടിട്ടുള്ള പരിപാടിയില്ല, ബൈബിള് വിട്ടിട്ടുള്ള പരിപാടിയില്ല, യേശുവിനെ വിട്ടിട്ടുള്ള പരിപാടിയില്ല, രണ്ടു വഞ്ചെ കാലുകുത്തി നിൽക്കുന്ന പരിപാടിയില്ല. എനിക്കൊരു കറേജ് ആവശ്യം, ഒരു കോൺഫിഡൻസ് ആവശ്യമാണ്. ചിലവർക്ക് അതും വേണം ഇതും വേണം. പള്ളിയിൽ പോയാലും നാക്ക് കിട്ടും, ഇവിടെ വന്നാലും. Praise the Lord. Glory unto the name of Jesus. Oh, praise the Lord. Amen. സ്ഥിര മനസ്സ് ഉള്ളവൻ ഭാഗ്യവാൻ. സ്ഥിര മനസ്സ്. Praise the Lord. Amen. വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുമ്പോ ദൈവമക്കളെ വിളിക്കണോ, ദൈവദാസന്മാരെ വിളിക്കണോ? അതോ കുഴപ്പമൊന്നും ഇല്ലാതെ, പ്രാർത്ഥനയൊന്നും ഇല്ലാതെ, ആരെയും വേദനിപ്പിക്കാതെ സഭയെ പുറത്താക്കിയേക്കാം? രണ്ട് മനസ്സ്, രണ്ട് ചിന്ത നിന്റെ തന്നെ ധൈര്യത്തെ കെടുത്തിക്കളയും. നിനക്ക് കൽപ്പിക്കാൻ അധികാരമില്ലാതെ ഇപ്പോ നീ ഒരു പ്രതികൂലത്തെ നേരിടുമ്പോൾ നിന്റെ തന്നെ കോൺഫിഡൻസ് ഇല്ലാതെ പോവും. എന്നാൽ അങ്ങനെ ആയിരിക്കുവാനല്ല സ്വർഗം നമ്മളെ വിളിച്ചിരിക്കുന്നത്. Praise the Lord. Hallelujah. നിന്റെ മനസ്സിന്റെ അകത്ത് സ്ഥിര മനസ്സായിരിക്കണം. യേശുവിൽ ഉറയ്ക്കണം, യേശുവിന്റെ വചനത്തിൽ ഉറയ്ക്കണം. Praise the Lord. Hallelujah. സംശയമായിട്ട് വേണ്ട, വിശ്വാസത്തിന്റെ ഉറപ്പാത്. Praise the Lord. Amen. രോഗം പിശാചി തന്നതാണോ ദൈവം തന്നതാണോ? രണ്ട് മനസ്സാണെങ്കിലോ എങ്ങനെ പ്രാർത്ഥിക്കും? ദൈവം തന്നതാന്ന് തോന്നിയാൽ എങ്ങനെ പ്രാർത്ഥിക്കും നീ? പിന്നെ ആരോടാ പ്രാർത്ഥിക്കുന്നത്? എന്നാൽ നിന്റെ ശരീരത്തിൽ ഒരു രോഗം വരുമ്പോൾ, this is not from God, this is from the devil, I rebuke it in the name of Jesus, യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു എന്ന് പറയുവാനുള്ള അധികാരം നിന്റെ അകത്ത് വ്യാപരിക്കണം. Praise the Lord. So winning the battle of your mind. മൂന്നാം കാര്യം, 1 രാജാക്കന്മാർ 18:33-39 വരെയുള്ള വാക്യം. അദ്ദേഹം വിറകും അടുക്കി കാളയെ കഷണങ്ങളാക്കി അതിന്മേൽ വെച്ചു. പിന്നെ അദ്ദേഹം അവരോട് 4 വലിയ തൊട്ടി നിറയെ വെള്ളം യാഗവസ്തുവിന്മേലും വിറകിന്മേലും ഒഴിക്കുവിൻ എന്ന് പറഞ്ഞു. Yes. വീണ്ടും അപ്രകാരം ചെയ്യുവാൻ അദ്ദേഹം ആജ്ഞാപിച്ചു. Amen. നമുക്ക് ആ വചനഭാഗം വായിക്കുമ്പോൾ അറിയാം. മൂന്നാമത്തെ പോയിന്റ്, റിസ്റ്റോറിംഗ് ദി ആൾട്ടർ ഓഫ് ഗോഡ്. ആ കർമ്മേൽ മലയിൽ നേരത്തെ ഒരു യാഗപീഠം ദൈവത്തിന് വേണ്ടി ഉണ്ടായിരുന്നു, അതാ തകർന്നു കിടന്നത്. നിന്റെ ലൈഫിൽ നേരത്തെ ഒരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരുന്നു, നേരത്തെ ഒരു ആരാധന ഉണ്ടായിരുന്നു, അതാ തകർന്നു കിടക്കുന്നത്. Praise the Lord.
നേരത്തെ ദേവദാസന്മാരെ കാണുമ്പോൾ ഒരു ബഹുമാനത്തിന്റെ ഒരു എളിമയുടെ ഹൃദയമുണ്ടായിരുന്നു. അതാ തകർന്നു കിടക്കുന്നത്. Praise the Lord. വചനത്തിലുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അതാ തകർന്നു കിടക്കുന്നത്. നോർത്ത് നോക്കിയേ, കർമ്മേൽ മലയിൽ ഏലിയാവ് അവിടെ നിൽക്കുമ്പോൾ ആ മലയിൽ ഉണ്ടായിരുന്ന യാഗപീഠം റിപ്പയർ ചെയ്തെന്നാ പറഞ്ഞത്. വിച്ച് മീൻസ് ദാറ്റ് altar was there before. ഒരു നാള് അവിടെ ദൈവത്തിനു വേണ്ടി ഉയർന്ന യാഗങ്ങളും പ്രൈസ് ദി ലോർഡ് സ്തോത്രങ്ങളും ആരാധനയും പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. അത് തകർന്നു കിടക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. തകർന്നു കിടക്കുന്നവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, you have to rebuild. You have to rebuild the altar of God. Praise the Lord. പണ്ട് കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഇപ്പൊ കുടുംബ പ്രാർത്ഥനയുടെ സ്ഥലത്ത് എന്താണെന്നറിയാമോ? വലിയൊരു LCD ടെലിവിഷനാ. നേരത്തെ ഒരു പ്രാർത്ഥന മുറി വരെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതിന് പകരം ഒരു ഹോം തിയേറ്ററാ. നേരത്തെ ഉണ്ടായിരുന്ന യാഗപീഠം അവിടെ ഇപ്പം ലോകത്തിൻ്റെതായ വേറെന്തോ കയറിയിരിക്കുക. നേരത്തെ ദൈവമക്കളായിട്ടുള്ള ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. ഇപ്പൊ അവിടെ ക്ലബും ഫ്രണ്ട്സും 2 സ്മോളുവാ. മനസ്സിലാകുന്നവർ മാത്രം സ്തോത്രം പറയും. Praise the Lord. Hallelujah. നേരത്തെ കർത്താവിനെ സേവിക്കുവാനുള്ള ഹൃദയമുണ്ട്. ഇപ്പൊ എങ്ങനെയെങ്കിലും 2 പൈസ ഉണ്ടാക്കണമെന്നുള്ള കാര്യമുള്ളൂ, ചിന്തയുള്ളൂ. നേരത്തെ ഉണ്ടായിരുന്ന യാഗപീഠം എവിടെ? Praise the Lord. നിനക്ക് നേരത്തെ ഉണ്ടായിരുന്ന യാഗപീഠം ദൈവത്തിലേക്കുള്ള സമർപ്പണം എവിടെ? Repair the altar of God. Praise the Lord. Hallelujah. തകർന്നു കിടക്കുന്ന യാഗപീഠം പണിയണം. അടുത്ത് നോക്കുന്ന ആളത്ത് പറ, തകർന്നു കിടക്കുന്ന യാഗപീഠം പണിയണം. Praise the Lord. Amen. 4ാമത്തെ പോയിന്റ് നമ്മൾ നേരത്തെ വായിച്ച ഭാഗം തന്നെയാ. അവിടെ കാളയെ കഷ്ണമാക്കി യാഗപീഠത്തിൽ ഏലിയാവ് അർപ്പിച്ചു. Knowing the power of the cross. ഏലിയാവിന് ഒരു കാര്യം അറിയാം, ദൈവം യാഗത്തിൽ പ്രസാദിക്കുന്നു. നമുക്കിന്ന് പല യാഗങ്ങളില്ല. നമുക്ക് വേണ്ടി പൂർണ്ണമായ ഒരു യാഗം കാൽവരിയിൽ യേശു 2000 കൊല്ലങ്ങൾക്ക് മുമ്പേ ആയി. Once forever he has perfected you through his blood. Praise the Lord. Hallelujah. You need to draw near to the cross of Jesus Christ. യേശുവിന്റെ ക്രൂശിലേക്ക് നീ വീണ്ടും അടുത്തു വരണം. ഇന്ന് കർത്താവിന്റെ മേശയിൽ നമുക്ക് അതിനുള്ള സാവകാശം ദൈവം ഒരുക്കിയിരിക്കുകയാണ്. To draw near. കാൽവരിയിൽ പിശാചിന്റെ തലയെ തകർത്തു. നിന്റെ ശാപം അവൻ ഏറ്റെടുത്തു. നിന്റെ രോഗം അവൻ ഏറ്റെടുത്തു. നിന്റെ പാപം അവൻ ഏറ്റെടുത്തു. അവന്റെ നീതി നിനക്ക് തന്നു. അവന്റെ അനുഗ്രഹം നിനക്ക് തന്നു. അവന്റെ കൃപ നിനക്ക് തന്നു. അവന്റെ സൗഖ്യം നിനക്ക് തന്നു. Draw near to the eternal sacrifice of Jesus Christ. അവിടെയാണ് നിന്റെ അധികാരം. Praise the Lord. പണ്ടൊക്കെ ദൈവദാസന്മാര് പ്രാർത്ഥിക്കുമായിരുന്നു, ശുശ്രൂഷിക്കുന്നു, കർത്താവേ അങ്ങയുടെ ക്രൂശിന്റെ മറവിൽ നിർത്തി എന്നെ പ്രസംഗിപ്പിക്കണമെന്ന്. To preach in the shadow of your cross. പൗലോസ് പറയും, I decided to know nothing else other than Jesus Christ and him crucified. പല കാര്യം അറിയാൻ മേലാത്തത് കൊണ്ടല്ല, തീരുമാനമെടുത്തു യേശുവിന്റെ ക്രൂശ് മതി. കൊരിന്ത സഭയെ നിന്റെ വിജയത്തിന് യേശുവിന്റെ ക്രൂശ് മതി. ആ സാക്രിഫൈസ് മതി. പ്രൈസ് ദി ലോർഡ്. നിന്റെ തകർച്ചയെ മാറ്റുവാൻ, നിന്റെ ശാപത്തെ അഴിച്ചു കളയുവാൻ, നിന്റെ ബന്ധനത്തെ അഴിച്ചു കളയുവാൻ, നിന്റെ ജീവിതത്തിനെതിരെ കയറി വരുന്ന ദുഷ്ടന്റെ ശക്തികളെ മാറ്റിക്കളയുവാൻ യേശുവിന്റെ ക്രൂശിന്റെ ശക്തി മാത്രം മതി. Praise the Lord. Hallelujah. ഐസായ 53 ഇങ്ങനെയാണ്, it pleased God, സ്വന്തം പുത്രനെ തകർത്ത് കളയുവാൻ കാൽവരിയിൽ.
to reconcile you back to him. തകർത്ത് കളഞ്ഞു യേശുവിനെ, കൈവിട്ട് കളഞ്ഞു. Praise the Lord. Hallelujah. How many of you this morning will lift up your hearts to Jesus and say, Lord, I thank you for the sacrifice. I thank you for your sacrifice. I thank you, Jesus. Lift your hands and love him from your heart. Praise the Lord. Hallelujah. Thank him from your heart for his sacrifice. Let not your hearts be hardened. Hallelujah. ഞങ്ങളുടെ ഹൃദയം ഒരു hallelujah praise ഉള്ളത് എന്തോ അറിയാവുന്ന ഒരു കാര്യം എന്നുള്ള ചിന്തയിൽ ഹൃദയം കഠിനമായി പോകരുത്. Oh, let the cross of Jesus Christ burn bright in your heart. Hallelujah. നിന്നെ രക്ഷിച്ചതും വീണ്ടെടുത്തതും യേശുവിന്റെ യാഗമാണ്. Look at the cross of Jesus and thank him. Lift your hearts to him and thank him. Thank him. Thank him from your hearts. Thank him from your hearts. Thank him from your hearts. Thank him from your hearts this morning. Thank him from your hearts this morning. Thank him from your hearts this morning. Hallelujah. Amen. Praise the Lord. നാലാമത്തെ കാര്യം, ആ വായിച്ച വചനഭാഗത്തിനകത്തോട് സമയം സ്പീഡിൽ പോകുന്നതുകൊണ്ട് ഞാൻ ആ വചനഭാഗം വായിപ്പിക്കുന്നില്ല. നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഈ യാഗം അർപ്പിക്കുന്നതിന് മുമ്പേ യാഗം വെച്ച് കഴിഞ്ഞ് കഷ്ണം കഷ്ണമായി അവിടെ വെച്ച് കഴിഞ്ഞ് തകർത്തു വെച്ചു ആ യാഗത്തെ. അതിന്റെ മേലും അതിന്റെ ചുറ്റിനും വെള്ളം ഒഴിച്ചു. തീ വിളിക്കാൻ വേണ്ടിയാണ് എലയാജ പ്രാർത്ഥിക്കാൻ പോകുന്നത്. തീ കെടുത്തിക്കളയുന്ന വെള്ളം തുടക്കം അങ്ങ് ഒഴിച്ചു. ചിലവരൊക്കെ സഭയ്ക്കകത്ത് വരുമ്പോ പറയേ, ഒരു ഉണർവൊക്കെ കഴിയുമ്പോൾ ഒരു ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ പറയും, പാസ്റ്ററെ നമുക്ക് ഇന്ത്യയെ കർത്താവിന് വേണ്ടി നേടണം, പാസ്റ്ററെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ശുശ്രൂഷ നടത്തണം, നമുക്ക് ആ ദേശത്തെ യേശുവിന്റെ നേടണം. ഇത് ദൈവത്തിൽ നിന്നുള്ള തീയാണോ അല്ലെന്ന് അറിയാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുമെന്നറിയാവോ? ഇച്ചിരി വെള്ളം അങ്ങ് ഒഴിക്കും. അതിന്റെ ഒന്നും കാര്യമില്ലെന്നേ. നിങ്ങളിപ്പോ കുഴപ്പമൊന്നുമില്ല. ഉടനെ അവന്റെ തീ കെട്ടുപോയി. അതിന്റെ അർത്ഥം എന്താ? ഇത് മോളിൽ നിന്ന് വന്ന തീയല്ല, താഴെ നിന്ന് പൊങ്ങി വന്ന തീയ. Praise the Lord. നീ സഭയ്ക്കകത്ത് വരുമ്പോൾ ദൈവം തക്ക സമയത്ത് നിന്റെ തീയെ കെടുത്തുവാൻ തക്ക വിധമുള്ള വെള്ളം ഒഴിക്കാൻ പറ്റുന്നവരെ സൈഡിൽ കൊണ്ടിരുത്തും. നീ ചിരിച്ചു കാണിച്ച് ക്ഷയിക്കാൻ്റെ പോകുമ്പോൾ വരുമ്പോ അവൻ ചിരിക്കാതെ അങ്ങോട്ട് തിരിഞ്ഞാളയും. അപ്പം നീ കത്തി വന്നാക്കോ, ഇതാണ് എൻ്റെ സഭ, ഇവിടെയാണ് എൻ്റെ കൂട്ടായ്മ എന്നൊക്കെ പറഞ്ഞ്. ആ ദൈവത്തിൽ നിന്നുള്ള കമ്മിറ്റ്മെന്റ് ആയിരുന്നെങ്കിൽ ആ വെള്ളം ഒഴിച്ചാലും നീ ഇവിടെ കമ്മിറ്റഡ് ആയിരിക്കും. അല്ലെങ്കിൽ നീ പറയും, ഇനി ഞാൻ ഇല്ല, ഞാൻ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോരാ. ചിലവര് പ്രാർത്ഥിക്കാൻ വരുമ്പോ അവൻ്റെ അകത്ത് ശരിയായ വിശ്വാസമാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ പറയും, പ്ലീസ് സമയമില്ല കേട്ടോ, ഒന്ന് പോയിട്ട് വാ. ശരിയായ വിശ്വാസമാണ്, സ്വർഗത്തിൽ നിന്ന് വന്ന തീയും വിശ്വാസമാണെങ്കിൽ അവൻ പറയും, എന്ത് വന്നാലും ഐ വിൽ ഓൺലി ഗോ ബാക്ക് വിത്ത് മൈ മിറക്കിൾ. എന്റെ അത്ഭുതം, എന്റെ സൗഖ്യം, എന്റെ വിടുതലായിട്ട് ഞാൻ തിരിച്ചു പോവുകയുള്ളൂ. ഐ വിൽ സ്റ്റാൻഡ് ഹിയർ ആൻഡ് റിസീവ് ദ പവർ ഓഫ് ഗോഡ്. ഓ, മനസ്സിലാവുന്ന ദൈവമക്കൾ സ്തോത്രം ചെയ്ത് പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ചിലവര് വലിയ കൺവിക്ഷനോടൊക്കെ പറയും, പാസ്റ്ററെ യേശു. നമ്മൾ രണ്ട് ചോദ്യം അങ്ങോട്ട് ചോദിച്ചേ, ക്രിട്ടിക്കലായിട്ട് ചോദിച്ചാക്കുക. എൻ്റെ കൂടെയുള്ള അസോസിയേഷൻ പാസ്റ്റേഴ്സ് ഇടയ്ക്ക് ഞാൻ ഒരു ഡെവിൾസ് അഡ്വക്കേറ്റ് കളിക്കും. അവരെന്തെങ്കിലും ചോദിക്കുക, എന്തെങ്കിലും വിശ്വാസത്തിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ അതിന് കോൺട്രറി ആയിട്ടുള്ള കാര്യം പറയും. അവർക്ക് പാസ്റ്റർ തന്നെയാണോ ഇതെന്റെ ദൈവമേ? ഇത് ശരിയായ കൺവിക്ഷൻ ആണെന്ന് അറിയാൻ വേണ്ടി ക്രിട്ടിക്കലായിട്ട് ഉള്ള മനുഷ്യരുടെയും ക്രിറ്റിസിസവും ഫേസ് ചെയ്യുമ്പോഴും നിന്റെ കൺവിക്ഷൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ബൈബിൾ ബേസ്ഡ് ആണ്, സ്വർഗത്തിൽ നിന്നും വന്നതാണ്. അത് ആർക്കും കെടുത്തി കളയാൻ സാധ്യമല്ല. Praise the Lord.
ഹല്ലേലൂയ. പത്രോസും യോഹന്നാനും യേശുവിനെ പ്രസംഗിച്ചപ്പോൾ പൗലോസും ഒക്കെ അവരെ കാരാഗൃഹത്തിലിട്ടു, അടിച്ചു. യേശുവിന്റെ നാമം വായിൽ എടുത്താക്കല്ലെന്ന് പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്. കളിയാക്കി. പ്രൈസ് ദ. പട്ടണത്തിൽ കൂടെ വലിച്ചുകൊണ്ടുപോയി നാണം കെടുത്തി. എന്നാൽ അവരുടെ അകത്തുള്ള തീ നാട്ടിൽ നിന്ന് വന്നതല്ല. പ്രൈസ് ദ ലോർഡ്. സ്വർഗത്തിൽ നിന്ന് വന്നതായതുകൊണ്ട് എത്ര കഷ്ടങ്ങൾ വന്നാലും, ഏതൊക്കെ വേദന വന്നാലും, ആരൊക്കെ തിരസ്കരിച്ചാലും, ആരൊക്കെ ഇട്ടിട്ട് പോയാലും ഈ യേശുവിന് നിലനിൽക്കുമെന്ന് പറഞ്ഞു മനസ്സിലാക്കുന്ന ദൈവമക്കൾ മാത്രം കരം ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഒരു വിധത്തിൽ വെള്ളമൊഴിക്കുന്ന അത് വെള്ളമൊഴിക്കുന്ന. പ്രൈസ് ദ ലോർഡ്. ആർ യു വിത്ത് മീ? ആമേൻ. നിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ വെള്ളം ഒഴിക്കുന്ന അനുഭവങ്ങളുണ്ട്. അനുഭവമുള്ളവർ മാത്രം സ്തോത്രം പറ. Praise the Lord. എന്നാൽ എന്റെ നിന്റെ അകത്തും ദൈവം പകർന്നിരിക്കുന്നതെന്ന് അറിയാമോ? എമോഷണലിസം അല്ല, സ്വർഗത്തിൽ നിന്നുള്ള പരിശുദ്ധാത്മാവിന്റെ തീയാണ്. എത്ര പേര് വെള്ളം ഒഴിച്ചാലും, എത്ര പേര് എതിര് പറഞ്ഞാലും, എത്ര പേര് കളിയാക്കിയാലും, എത്ര പേര് തള്ളിക്കളഞ്ഞാലും, യേശുവിനെ നിലനിൽക്കുവാനുള്ള സ്വർഗത്തിലെ തീ എന്റെ അകത്തും പകർന്ന ദൈവത്തിന്റെ അഭിഷേകത്തിനായി സ്തോത്രം ചെയ്തോട്ടെ. Worship him this morning. Hallelujah. Amen. എത്ര വെള്ളം ഒഴിച്ചാലും. പ്രൈസ് ദ ലോർഡ്. ആമേൻ. ഞാൻ കർത്താവിന് വേണ്ടി ഇറങ്ങിയ സമയത്ത് അതുവരെ എന്നെ ഞാൻ വളരെ ബഹുമാനിച്ചിരുന്ന ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, പണ്ട് ഹി വാസ് ഓൺ എ ഡ്രഗ് ട്രിപ്പ്, നൗ ഹി ഈസ് ഓൺ അനദർ എമോഷണൽ ജീസസ് ട്രിപ്പ്. ഒരു 6 മാസം കഴിയുമ്പോൾ നിൽക്കുമെന്ന് പറഞ്ഞു. 6 മാസമല്ല, ഇപ്പൊ 20ാമത്തെ കൊല്ലമാകുന്നു. പ്രൈസ് ദ ലോർഡ്. ഈ തീ കെട്ടിട്ടില്ല, അത് യേശു വരുന്നത് വരെയും കെടുകയില്ല. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവിന് തന്നെ മഹത്വം കൊടുക്കും, യേശുവിനെ തന്നെ ഉയർത്തും. Hallelujah. Glory unto the name of Jesus. Praise the Lord. Draw near to the cross of Jesus. Praise the Lord. Amen. നിങ്ങൾ തന്നെ വേദപുസ്തകം പഠിച്ചിട്ട് കൺവിക്ഷൻസ് വരണം. സൗഖ്യം നിനക്കുള്ളതാ, അഭിഷേകം നിനക്കുള്ളതാ, ദൈവത്തിന്റെ വിളി നിനക്കുള്ളതാ, പ്രൈസ് ദ ശുശ്രൂഷ നിനക്കുള്ളതാ, പ്രൈസ് ദ. ഈ സഭയുടെ ഭാഗവാൻ ദൈവം നിന്നെ വിളിച്ചതാ. പ്രൈസ് ദ ലോർഡ്. കൂട്ടായ്മ നിനക്കുള്ളതാ, അനുഗ്രഹം നിനക്കുള്ളതാ. എത്ര പേര് വെള്ളം ഒഴിച്ചാലും, പ്രതികൂലങ്ങൾ എത്ര വന്നാലും, അതിന്റെ നടുവിൽ കത്തി ജ്വലിക്കുന്ന വിശ്വാസം സ്വർഗത്തിലെ തീ നിന്റെ ഉള്ളത്തിന്റെ അകത്ത് ഇന്ന് പകൽ വ്യാപരിക്കട്ടെ. In the name of Jesus. We give you glory, Lord. Hallelujah. Amen. 5ാം കാര്യം അതോടെ നിർത്തുക. 18:36 വാക്യമാണ്. Being obedient to God in everything. എലൈജ പറഞ്ഞൊരു വാക്കുണ്ട്, ദൈവമേ അങ്ങ് പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്തതെന്ന് അങ്ങയുടെ ജനം അറിയേണ്ടതിന്. അനുസരണത്തിന്റെ ഹൃദയം. അങ്ങ് പറഞ്ഞിട്ടാണ് ഞാൻ ഇത് ചെയ്തതെന്ന്. Praise the Lord. Hallelujah. Hallelujah. Amen. To obey the Lord Jesus Christ in everything. എല്ലാ കാര്യത്തിലും. നമ്മൾ ചില കാര്യത്തിലൊക്കെ അനുസരിക്കും. യേശു പാപം ക്ഷമിക്കോ? ക്ഷമിക്കോ. എന്നാ പാപമൊക്കെ ഏറ്റു പറഞ്ഞ കർത്താവേ ക്ഷമിക്കണമേ. യെസ്. വാട്ട് അബൌട്ട് ബീങ് ബാപ്റ്റൈസ്ഡ്? സ്നാനപ്പെടണമല്ലോ. വിശ്വസിച്ച് സ്നാനപ്പെടുന്നവൻ രക്ഷ പ്രാപിക്കും. അത് അനുസരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. വീട്ടിലെ ഭാര്യ വലിയ പ്രശ്നമാണ്. പിന്നെ ഇത്ര നാളും ഭാര്യയ്ക്ക് ഒരു ബഹുമാനം ഉണ്ടായിരുന്നു. സാറ എബ്രഹാമിനെ വിളിച്ച പോലെ അഡോണായി അഡോണായി എന്ന് വിളിച്ചുകൊണ്ടിരുന്ന എന്നെ പറഞ്ഞ് സ്നാനപ്പെട്ടിട്ട് എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ അഡോണായി മാറിയിട്ട് എഡോനായി എന്നാകുന്നു പറഞ്ഞു. Obey the Lord. കർത്താവിനെ തന്നെ അനുസരിക്കുക. നിന്റെ BP മാറട്ടെ, ഭാര്യയോടുള്ള പേടി മാറട്ടെ. Praise the Lord. Amen. Obey the Lord in everything. സമയമില്ലാത്തോണ്ട് നിർത്തിയ എലൈജയുടെ കമാൻഡിങ് ഫെയ്ത്ത്.
നമ്മളെ പോലെ തന്നെ ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ അവനെ കമാൻഡ് ചെയ്യാനുള്ള അധികാരം കിട്ടിയത് എവിടെ നിന്നാണ്? ആദ്യത്തെ പോയിന്റ് ആരിൽ പറയും? ആദ്യത്തെ പോയിന്റ് എത്ര പേര് ഓർക്കുന്നുണ്ട്? സ്പീക്ക് ഇൻ ദ നെയിം ഓഫ് ദ ലോർഡ്. രണ്ടാമത്തെ പറഞ്ഞേ മോനെ മൈക്കിൽ കൂടെ, അറിയാവോ? Come on. മനസ്സിന്റെ സ്ഥിരത, സ്ഥിര മനസ്സ്. Winning the battle of your mind. 3, restore your altar. Restoring the altar. 4, drawing close to the cross of Jesus Christ. 5, obey the Lord in everything. Praise the Lord. Hallelujah. Lift your hands and give Jesus the glory this morning. Let God's word bless you this morning. Hallelujah. ഞങ്ങൾ സ്ഥിര മനസ്സുള്ളവരായി മാറട്ടെ. Thank you, Jesus. Praise you, Father. Hallelujah. We worship you, Lord. We worship you, Jesus. We worship you, Lord. Thank you, Jesus. Thank you, Jesus.